കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ നമുക്ക് ഒരുമിച്ച് ഒരു വേദഭാഗം നമുക്ക് ധ്യാനിക്കാം. എബ്രായ ലേഖനം 13-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ തിരുവചനം. അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ വായിച്ച കേട്ട വേദഭാഗത്ത് കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ച് നമ്മൾ വായിച്ചു കേട്ടത്, യേശു കർത്താവ് ഇന്നലെയും ഇന്നും എന്നേക്കും ഒരു വ്യത്യാസവുമില്ല. യേശു കർത്താവ് 2000 വർഷം മുമ്പ് പാലസ്തീനിൽ കർത്താവ് എങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നത്, ആ പാലസ്തീനിൽ യേശു കർത്താവ് എന്തൊക്കെയായിരുന്നോ ചെയ്തത്, അന്ന് യേശുവിന് എന്തൊക്കെ ചെയ്യാൻ കഴിയുമായിരുന്നു, അതൊക്കെ യേശു കർത്താവിന് ഇന്നും ചെയ്യാൻ കഴിയും. ഇപ്പോഴും കർത്താവിന് ചെയ്യാൻ കഴിയും. എൻ്റെ കർത്താവിന് ഒരു വ്യത്യാസവും വന്നിട്ടില്ല എന്നാണ് നമ്മൾ വായിക്കേണ്ടതായിത്തീർന്നത്. പ്രിയമുള്ളവരെ, അന്ന് യേശു കർത്താവ് ആ ഭൂമിയിൽ മനുഷ്യനായി ജീവിച്ചപ്പോൾ യേശു കർത്താവ് പാപികളെ സ്നേഹിച്ചു. യേശു കർത്താവ് രോഗികളെ സൗഖ്യമാക്കി. യേശു കർത്താവ് പാപികളുടെ പാപങ്ങൾ ക്ഷമിച്ചു. യേശു കർത്താവ് ജീവിതത്തിൽ വിവിധ കാര്യങ്ങളിൽ ഭാരപ്പെട്ട പ്രതിസന്ധി അനുഭവിച്ച വ്യക്തി ജീവിതങ്ങളെ യേശു കർത്താവ് സൗഖ്യമാക്കുകയും വിടുവിക്കുകയും അവർക്ക് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും കർത്താവ് കൊടുക്കുകയും ചെയ്തു. ആ യേശു കർത്താവിന് ഒരു വ്യത്യാസവും വന്നില്ല എന്നാണ് തിരുവചനത്തിൽ വായിക്കേണ്ടതായിത്തീർന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, അന്ന് യേശുവിൻ്റെ അടുക്കൽ ഏതെങ്കിലും ഒരു ആവശ്യവുമായി വന്ന എല്ലാവരെയും കർത്താവ് പരിഗണിച്ചു. കർത്താവ് എല്ലാവർക്കും അവർക്ക് ആവശ്യമുള്ള വിടുതലുകൾ, നന്മകൾ ഒക്കെ നൽകി കർത്താവ് അവരെ സ്നേഹിക്കുകയും കർത്താവ് അവരെ വിടുവിക്കുകയും ചെയ്തെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇന്നും ആ യേശുവിൻ്റെ സ്വഭാവത്തിന് ഒരു വ്യത്യാസവും വന്നില്ല. ആ യേശു കർത്താവ് ഇന്നും അതുപോലെ തന്നെ തുടരുന്നു. പ്രിയമുള്ളവരെ, അങ്ങനെയാണെങ്കിൽ നമുക്കതൊരു സന്തോഷ വാർത്തയല്ലേ? ഇന്ന് നമ്മൾ ചിലപ്പോൾ ഓർക്കും, യേശു ജീവിച്ചിരുന്ന സമയത്ത് ഞാൻ ജീവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് കർത്താവിൽ നിന്ന് എന്തൊക്കെയോ നേടാമായിരുന്നു എന്നൊക്കെ നമ്മൾ ഓർക്കുകയല്ലേ പ്രിയമുള്ളവരെ? ഞാൻ നിങ്ങളോട് പറയാം, യേശു കർത്താവ് ഇന്നും അനന്യനാണ്. യേശുവിനൊരു വ്യത്യാസം വന്നിട്ടില്ല. ആ യേശു കർത്താവിൻ്റെ അടുക്കൽ നിന്ന് അന്ന് ജനങ്ങൾ എങ്ങനെ കർത്താവിൽ നിന്ന് പ്രാപിച്ചോ അതിനേക്കാൾ എളുപ്പത്തിൽ ഇന്ന് നമുക്ക് പ്രാപിക്കാൻ കഴിയും. അന്ന് നമുക്ക് കർത്താവിൻ്റെ അടുത്ത് പോകണമെങ്കിൽ കർത്താവിൻ്റെ അടുത്ത് പോകണമെങ്കിൽ അവിടെ എത്തണമായിരുന്നു. യേശു എവിടെയാണോ ഉള്ളത് അവിടെ നമ്മൾ എത്തണമായിരുന്നു. എന്നാൽ ഇന്ന് യേശു കർത്താവിൻ്റെ പ്രത്യേകത, നമ്മളിരിക്കുന്നിടത്തേക്ക് യേശു വരും. നിങ്ങൾ എവിടെയാണോ ആയിരിക്കുന്നത് അവിടെ യേശു കർത്താവ് വന്ന് നിങ്ങളുടെ ആവശ്യങ്ങൾ നടത്തി തരും. കർത്താവിന് ഒരു വ്യത്യാസവും വന്നിട്ടില്ല. യേശു കർത്താവ് മനുഷ്യനെ സ്നേഹിക്കുന്നു, എല്ലാ മനുഷ്യരെയും. അത് ക്രിസ്ത്യാനികളെ അല്ല പ്രിയമുള്ളവരെ, എല്ലാ മനുഷ്യരെയും കർത്താവ് സ്നേഹിക്കുന്നു. കർത്താവിന് ആരോടും ഒരു വിദ്വേഷവുമില്ല. എല്ലാവരെയും കർത്താവ് ഒരുപോലെ സ്നേഹിച്ച് അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു. ആ നല്ല കർത്താവിൻ്റെ മുമ്പാകെ നമുക്ക് ഒന്ന് ഓടിച്ചല്ല, കർത്താവെ എന്നെ ഒന്ന് സഹായിക്കണമെന്ന് പറയാവോ? യേശു ഇന്ന് നിങ്ങളെ സഹായിക്കും. ഇന്ന് നിങ്ങളൊരു അത്ഭുതം പ്രാപിക്കും. യേശു കർത്താവ് നിങ്ങളെ വിടുവിക്കും. കർത്താവിൽ നിന്ന് ഒരു അനുഗ്രഹം അനുഭവിക്കാൻ ഇന്ന് പകൽ കർത്താവ് സഹായിക്കും. കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ പിതാവേ, യേശു കർത്താവ് ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണെന്ന് നിങ്ങൾ വായിച്ചല്ലോ. കർത്താവെ, ആ യേശു കർത്താവിൽ നിന്ന് നന്മകൾ അനുഭവിക്കാൻ, വിടുതൽ അനുഭവിക്കാൻ ഇന്ന് പകൽ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ആ വിടുതലുകൾ, ആ സൗഖ്യങ്ങൾ, കർത്താവ് നൽകുന്ന ആ സന്തോഷം, സമാധാനം, യേശുവിൻ്റെ സ്നേഹം, അതൊക്കെ അനുഭവിക്കാൻ ഇന്ന് പകലും ഞങ്ങളെ കർത്താവ് സഹായിക്കണം. കർത്താവ് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയമുള്ളവരെ, കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നു. ഇന്ന് പകലും ആ കർത്താവിൽ നിന്ന് നമുക്ക് ആ കർത്താവിൻ്റെ സ്നേഹം അനുഭവിക്കാൻ കർത്താവ് നമ്മളെല്ലാം സഹായിക്കട്ടെ.